സോണിയാഗാന്ധിക്കെതിരായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ആടിയുലഞ്ഞ് പാർലമെന്റ്. ലോക്സഭയിൽ ബിജെപിയും രാജ്യസഭയിൽ കോൺഗ്രസും വിഷയം ഉന്നയിച്ചു. സോണിയാഗാന്ധിക്കെതിരായ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു. ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന വാദം നിരാകരിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. വിശദാംശങ്ങൾ സന്തോഷ് സർലീൻ നൽകും. സന്തോഷ്, ഇരു സഭകളിലും ഇന്ന് അരങ്ങേറിയത്. പ്രജീഷ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ഹെലികോപ്റ്റർ ഇടപാടിന്റെ പേരിൽ രാജ്യസഭയിൽ BJP കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ BJP നേതാവ് സുബ്രഹ്മണ്യസ്വാമി സോണിയാഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശിച്ചു. അഴിമതിക്ക് പിന്നിൽ സോണിയാഗാന്ധിയാണ് എന്നായിരുന്നു സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത്. എന്നാൽ ഈ പരാമർശത്തിൽ പ്രകോപിതരായ കോൺഗ്രസ് അംഗങ്ങൾ സീറ്റ് വിട്ടെഴുന്നേറ്റു. സ്പീക്കറുടെ ഡയസിന് ചുറ്റുമെത്തിയ ഈ കോൺഗ്രസ് MPമാർ ഒരു വേള BJP MPമാരുടെ സീറ്റിന് നേരെയും കടന്നതോടെ സഭ സമയത്തേക്ക് സ്പീക്കർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് ചേർന്നെങ്കിലും ഇതേ രീതിയിലുള്ള സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ലോക്സഭാ അംഗമായ സോണിയാഗാന്ധിയുടെ പേര് രാജ്യസഭയിൽ ഉന്നയിച്ചത് ചട്ടലംഘനമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. തുടർന്ന് സോണിയാഗാന്ധിയുടെ പേര് സഭാരേഖകളിൽ നിന്ന് ഡെപ്യൂട്ടി സ്പീക്കർ കുര്യൻ നീക്കി. സുബ്രഹ്മണ്യസ്വാമിയെ ശാസിക്കുകയും ചെയ്തു. സഭാ ചട്ടപ്രകാരമാണ് ആരോപണം ഉന്നയിക്കേണ്ടതെന്നായിരുന്നു കുര്യൻ സുബ്രഹ്മണ്യസ്വാമിയോട് പറഞ്ഞത്. അതേസമയം ആരോപണത്തിന് പിന്നിൽ ഇന്ത്യ ഇറ്റലി പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. വിവാദമുണ്ടായപ്പോൾ UPA സർക്കാർ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയെ കരിമ്പട്ടികയിൽ അന്ന് ഉൾപ്പെടുത്തി. പക്ഷെ പിന്നീട് മോദി സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പങ്കെടുക്കാൻ ഈ കമ്പനിയെ അനുവദിച്ചെന്നും ഗുലാം നബി പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള ഒത്തുകളിയാണ് ആരോപണത്തിന് പിന്നിലെന്നത് അരുൺ ജെയ്റ്റ്ലി എന്നെ നിഷേധിച്ചു. കൈക്കൂലി നൽകിയെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച സോണിയാഗാന്ധി ആകട്ടെ ആരോപണത്തെ ഭയപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കി. അവർക്ക് എന്റെ പേര് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, 2 വർഷം ഇനിയും ഭരിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ NDA സർക്കാർ തയ്യാറാകട്ടെ എന്ന് സോണിയാഗാന്ധി തന്നെ പിന്നീട് പാർലമെന്റിന് പുറത്ത് പറയുകയും ചെയ്തു. പ്രജീഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ അഴിമതിയിൽ കുരുങ്ങി കോൺഗ്രസ്. ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് കോൺഗ്രസ് നേതാക്കൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി മേധാവിയെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചിരുന്നു. ശിക്ഷാവിധി ന്യായത്തിൽ സോണിയാഗാന്ധി അടക്കമുള്ളവർക്കെതിരെ പരാമർശമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി തുടങ്ങിയവരും പ്രതിക്കൂട്ടിലാകുന്നു. VVIPകൾക്ക് സഞ്ചരിക്കാനായി ഇറ്റലിയിൽ നിന്നും ഹെലികോപ്റ്റർ വാങ്ങുന്നതിനായി 3600 കോടി രൂപയുടെ കരാറാണ് UPA കാലത്ത് ഒപ്പിട്ടത്. ഇതിനായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി ഇന്ത്യയിൽ ഇടനിലക്കാരെ നിയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും അന്നത്തെ വ്യോമസേനാ മേധാവി SP ത്യാഗിക്കും കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം. കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി മേധാവി ഗ്യൂസപ്പ ഓർസിയെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചു. ശിക്ഷാവിധി ന്യായത്തിൽ കരാറിന്റെ മുഖ്യ പ്രചോദക സോണിയാഗാന്ധിയാണെന്ന് റിപ്പോർട്ടുണ്ട്. കൂടാതെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അക്കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി, സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ തുടങ്ങിയവരെക്കുറിച്ചും വിധിന്യായത്തിൽ ഇറ്റാലിയൻ കോടതി പരാമർശിക്കുന്നതായും ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിധിന്യായത്തിന്റെ പകർപ്പ് ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. കൈക്കൂലി നൽകിയവരെ ശിക്ഷിച്ചു, വാങ്ങിയവർക്ക് എന്ത് ശിക്ഷയെന്ന ചോദ്യം ഉന്നയിച്ച് പ്രശ്നം BJP ആളിക്കത്തിച്ചു കഴിഞ്ഞു. മോദിക്കെതിരായ നിരവധി ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന BJP അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിനെ പിടിവള്ളിയായാണ് കരുതുന്നത്. കരാറിൽ ഇടനിലക്കാരനായി നിന്ന ഇംഗ്ലണ്ട് സ്വദേശി ക്രിസ്ത്യൻ മൈക്കിളിനെ പിടികൂടണമെന്ന് CBI ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാർ സംബന്ധിച്ച് ഒരു കേസും നിലവിലില്ലെന്നും വിവാദത്തെക്കുറിച്ച് വിശദീകരണം പാർട്ടി നൽകുമെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രതികരിച്ചു. കൈക്കൂലി ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി 2 മണിക്ക് പരിഗണിക്കും. കേസിൽ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഉണ്ടായേക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച കോടതി രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ മുഴുവൻ പകർപ്പ് ലഭ്യമാക്കാനും നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയും മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരും കോൺഗ്രസ് നേതാക്കളുമായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയും ഹാജരാണ്. SSLCക്ക് ഈ വർഷം 96.59% വിജയം. 22,873 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. 1207 സ്കൂളുകളാണ് 100% വിജയം കരസ്ഥമാക്കിയത്. വിജയശതമാനം ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലും കുറവ് വയനാട് ജില്ലയിലുമാണ്. ഇത്തവണ മാർക്ക് ദാനം ഉണ്ടായിട്ടില്ലെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് നൽകിയതെന്നും DPI വ്യക്തമാക്കി. ഈ വർഷം SSLC പരീക്ഷ എഴുതിയ 4,73,803 വിദ്യാർത്ഥികളിൽ 4,57,654 പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. 96.59% വിജയം.
കഴിഞ്ഞ വർഷത്തേക്കാൾ 2% കുറവ്. 2015-ൽ 98.57% വിജയം. ചീഫ് സെക്രട്ടറി PK മൊഹന്തിയാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തിയത്. Percentage 96.59%. Number of schools with 100% pass 1207. Number of students having A+ grade in all subjects 22,879. 22,879 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. വിജയശതമാനം കൂടിയ വിദ്യാഭ്യാസ ജില്ല മൂവാറ്റുപുഴയും കുറഞ്ഞ വിദ്യാഭ്യാസ ജില്ല വയനാടുമാണ്. 1207 സ്കൂളുകളാണ് 100 മേനി വിജയം കൊയ്തത്. പരീക്ഷാ ബോർഡിന്റെ തീരുമാനപ്രകാരം ഇത്തവണയും മോഡറേഷൻ ഇല്ലായിരുന്നു. മാർക്ക് ദാനം ഈ വർഷം ഉണ്ടായിട്ടില്ലെന്നും അർഹതപ്പെട്ട മാർക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ MS ജയ പറഞ്ഞു. ഇത്തവണ യാതൊരു ലിബറലൈസേഷനും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന മാർക്ക് മാത്രം കിട്ടിയാൽ മതിയെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ഒരു റിട്ടേൺ മാർക്കിന് ഒരു മിനിമം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഹോപ്പ്ഫുള്ളി അടുത്ത വർഷത്തേക്ക് ഗവൺമെന്റ് അക്കാര്യത്തിലൊരു ഉചിതമായ തീരുമാനമെടുക്കും. 26,642 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകി. പ്രൈവറ്റായി പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീമിൽ 58.07%, പുതിയ സ്കീമിൽ 57.61%മാണ് വിജയം. SSLC സർട്ടിഫിക്കറ്റുകൾ മെയ് 4-ാം വാരം മുതൽ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം ചെയ്യും. മെയ് 23 മുതൽ 27 വരെ സേ പരീക്ഷകൾ നടത്തും. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി ഏപ്രിൽ 29 മുതൽ മെയ് 4 വരെ അപേക്ഷകൾ സ്വീകരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ DPI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ ക്രൈംബ്രാഞ്ച് ബിജു രമേശിന്റെ മൊഴിയെടുക്കുന്നു. SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. സജേഷ് വിശദാംശങ്ങൾ നൽകും. സജേഷ്, വിവരങ്ങൾ. പ്രതീക്ഷ, മൊഴിയെടുപ്പിന് ശേഷം ബിജു രമേശ് പുറത്തേക്ക് വരികയാണ്. ബാർക്കോഴ കേസ് പരാതിക്കാരനായ ബിജു രമേശും അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്നാണ് വിജിലൻസിന്റെ വാദം. അതനുസരിച്ച് രൂപീകരിച്ച ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. 2 മാസം മുമ്പ് രൂപീകരിച്ച അന്വേഷണ സംഘം ഇതുവരെ ഇക്കാര്യത്തിൽ ആരുടെയും മൊഴി എടുത്തിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് പെട്ടെന്ന് റിപ്പോർട്ട് നൽകുന്നതിനുള്ള സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KM മാണിയെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ട്, ബാർക്കോഴ കേസ് ഒരു ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയേക്കും. അതിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ മൊഴിയെടുപ്പിന് ശേഷം ബിജു രമേശ് പുറത്തേക്ക് വരികയാണ്. പ്രജീഷ്. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ അയൽവാസിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചിയുടെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ബ്രോഡ്വേ സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തിയിരുന്നു. മദ്യവും മയക്കുമരുന്നും വ്യാപകമാകുന്നത് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും റിച്ചിയുടെ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. രാവിലെ 7:15 കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങവെയായിരുന്നു എറണാകുളം പുല്ലേപ്പടിയിലെ ജോൺ ലിനി ദമ്പതികളുടെ ഇളയ മകൻ റിച്ചി ജോൺ ദാരുണമായി കൊല്ലപ്പെട്ടത്. വീടിന് സമീപത്ത് വെച്ച് മയക്കുമരുന്നിന് അടിമയും മാനസിക രോഗിയുമായ അയൽവാസി അജി ദേവസി റിസ്റ്റിയെ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. കഴുത്തിൽ 17 കുത്തേറ്റ 10 വയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വീട്ടിലെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷമാണ് ബ്രോഡ്വേയിലെ സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചത്. ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് ഫാദർ സെബാസ്റ്റ്യൻ അടയന്ത്രത്ത് കാർമ്മികത്വം വഹിച്ചു. റിസ്റ്റിയുടെ മരണത്തിന് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മയക്കുമരുന്നിനെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ നടൻ മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ അവരെ പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ബസിലിക്ക ഇടവകയിലെ വിശ്വാസികൾക്കുമൊപ്പം റിസ്റ്റ് പഠിച്ചിരുന്ന എറണാകുളം സെന്റ് ആൽബർട്ട്സ് സ്കൂളിലെ അധ്യാപകരും കൂട്ടുകാരുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നത്. ശനിയാഴ്ച സഹോദരൻ എബിൾ ജോണിനൊപ്പം ആദ്യ കുർബാന സ്വീകരിക്കാനിരിക്കെയായിരുന്നു റിസ്റ്റിയുടെ മരണം. പ്രതി അജി ദേവസിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രിയുടെ അഴിമതി രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ബോധ്യപ്പെട്ടെന്ന് VS അച്യുതാനന്ദൻ. ഇതിന്റെ തെളിവാണ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തെന്നും VS ചൂണ്ടിക്കാട്ടി.
അഴിമതിയെപ്പറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നടത്തുന്ന ആക്ഷേപം, എതിർപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം ഉണ്ടാകാൻ കാര്യമെന്ന് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഴിമതി അസഹനീയമായി ഉയർന്നിരിക്കുന്നു എന്ന് ആഭ്യന്തരകാര്യമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പോലും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കേണ്ടതായ സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. UDF-ഉം RSS-ഉം ഒരുപോലെ ജനവിധിയെ ഭയക്കുന്നുവെന്ന് പിണറായി വിജയൻ. UDF വർഗീയതയോട് സമരസപ്പെടുന്നു. വടകരയിലെയും ബേപ്പൂരിലെയും കോലീബി സഖ്യം ആവർത്തിക്കാൻ പ്രബുദ്ധരായ കേരള ജനത അനുവദിക്കില്ലെന്ന കാര്യം ഉമ്മൻചാണ്ടി ഓർക്കണമെന്നും പിണറായി വിജയൻ. ഇടുക്കി ഏലപ്പാറയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ശ്രീനാരായണ ധർമ്മം നെഞ്ചേറ്റിയവരാണ് SNDP അണിനിരന്നത്. ശ്രീനാരായണ ധർമ്മവും RSSന്റെ തത്വശാസ്ത്രവും തീർത്തും വിപരീത ദശയിലുള്ളതാണ്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ SNDPക്കകത്ത് അണിനിരന്ന ശ്രീനാരായണ ധർമ്മം നെഞ്ചേറ്റിയവർക്ക് RSSനോടൊപ്പം പോകാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ കടഞ്ഞു ശ്രമിക്കുകയും RSS നല്ലതുപോലെ ആഗ്രഹിക്കുകയും ഉമ്മൻചാണ്ടി നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തെങ്കിലും SNDP അണിനിരന്നവർ RSSനടുത്തേക്ക് പോകാതിരുന്നത്. ആ ക്ഷീണം മാറിക്കഴിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനും മാറിയിട്ടില്ല, RSSനും മാറിയിട്ടില്ല. കണക്കൂട്ടൽ പിഴച്ച മനോവേദനയിലാണ് ഉമ്മൻചാണ്ടിയും നിൽക്കുന്നത്. വയനാട്ടിൽ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി വരൾച്ച. കാപ്പി, കുരുമുളക്, വാഴ എന്നിവയുൾപ്പെടെ വലിയ വിളനാശമാണ് നേരിടുന്നത്. വേനൽ മഴയുടെ കുറവ് മിക്ക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു. കാപ്പിയും കുരുമുളകും വാഴയുമെല്ലാം ഉണങ്ങിക്കരിഞ്ഞത് ജില്ലയിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇത്തവണ വേനൽ മഴയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണുണ്ടായത്. ശരാശരി 150 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന വേനൽക്കാലത്ത് ഈ വർഷം ഇത് 58 മില്ലിമീറ്റർ മാത്രമാണ്. അടുത്ത വർഷം കാപ്പി ഉൽപ്പാദനത്തിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. കുരുമുളകിനും നെല്ലിനുമെല്ലാം സമാനമായ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. കൊടിയാണ് പറ്റ പോയ കൊടിയാണ്, മൊത്തം കൊടി പോയി. ഞങ്ങളൊക്കെ അക്കരെ പറമ്പിൽ ഇങ്ങ സൈഡിലൊന്നും ഒറ്റ കൊടിയില്ല. കബനി നദി വറ്റിവരേണ്ടതോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് തിരിച്ചടവിന് മാർഗങ്ങളില്ല. തിരുനെല്ലി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും പുൽപ്പള്ളി മേഖലയിലും പല പ്രദേശങ്ങളും കടുത്ത വരൾച്ചയെയാണ് നേരിടുന്നത്. ക്ഷീരകർഷകരും പ്രതിസന്ധിയെ നേരിടുന്നു. കഴിഞ്ഞ വർഷം 2500 ലിറ്റർ വരെ പാലളന്ന ക്ഷീരസംഘങ്ങൾ ഇപ്പോൾ അളക്കുന്നത് 1400 മുതൽ 1500 ലിറ്റർ വരെ മാത്രമാണ്. വയനാട്ടിൽ നിന്നും അനൂപ് KR.